തിരുവനന്തപുരം പാളയത്ത് ആഡംബര ഹോട്ടലിലെ DJ പാർട്ടിക്കിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ആദ്യം കേസെടുത്തിരുന്നില്ലെങ്കിലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കന്റോൺമെന്റ് പോലീസ് സ്വമേധയാ കേസെടുത്തു. ഹോട്ടൽ അധികൃതരിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. ഏറ്റുമുട്ടലിന്റെ വീഡിയോ പരിശോധിച്ചാകും പോലീസിന്റെ തുടർ നടപടികൾ. ലഹരിക്കേസിലെ പ്രതിയും കൊലക്കേസ് പ്രതിയുമെല്ലാം DJ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ 18-ന് രാത്രി DJ പാർട്ടി നടക്കുന്നതിനിടെയാണ് ഇരു സംഘങ്ങൾ തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായത്. കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പിന്നീട് സംഘർഷങ്ങളുടെ തുടർച്ചയായി ജനറൽ ആശുപത്രിക്ക് സമീപം യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. ഇത് കണ്ട് സമീപത്തുണ്ടായിരുന്നവർ തടിച്ചുകൂടിയതോടെയാണ് മർദ്ദനം അവസാനിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളും മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു സംഘവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് പിന്നീട് തെരുവിലേക്ക് നീങ്ങിയത്. ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് ആദ്യം കേസെടുത്തില്ലെങ്കിലും മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ കന്റോൺമെന്റ് പോലീസ് സ്വമേധയാ കേസെടുത്തു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്ററോളം മാത്രം ദൂരമേ ഹോട്ടലിലേക്കുള്ളൂ. 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് നടത്തുന്ന MG റോഡിലും പോലീസ് എയ്ഡ് പോസ്റ്റുള്ള ജനറൽ ആശുപത്രി പരിസരത്തും സംഘർഷം അരങ്ങേറിയിട്ടും തുടക്കത്തിൽ തന്നെ പോലീസിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടാകാഞ്ഞത് വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.